ഇന്ത്യയിലെ മാനേജ്മെന്റ് പരിശീലന രംഗത്ത് അതിശ്രേഷ്ഠമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നായ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓന്റർപ്രണർഷിപ്പ് സൈം എന്ന മാനേജ്മെന്റ് പരിശീലന സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ പ്രൊഫസർ ജെ. ഫിലിപ്പ്. ജംഷഡ്പൂരിലെ ഈശോ സഭയുടെ സ്ഥാപനമായ XLRI ഫാക്കൽറ്റിയായും പിന്നീട് ഡീനായും സേവനം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇതാ 60 വർഷങ്ങൾ പിന്നിടുന്നു. റാഞ്ചി സെയിൽ കോളേജിൽ പ്രിൻസിപ്പൽ സ്റ്റാഫ്, ഒബ്റോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹം പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM-ന്റെ ഡയറക്ടർ പദവിയിലും എത്തിച്ചേർന്നു. ബാംഗ്ലൂർ IIM-നെ മികവിലേക്ക് കൈപിടിച്ചു നയിക്കുന്നതിൽ പ്രൊഫസർ ഫിലിപ്പ് ഏറെ പങ്കുവഹിച്ചു. മാനേജ്മെന്റ് പരിശീലന രംഗത്ത് ശ്രദ്ധേയമായ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും ഇദ്ദേഹം തയ്യാറാക്കി സമൂഹത്തിനു നൽകി. കേരളത്തിലെ വിവിധ രൂപതകളിൽ യുവജനങ്ങൾക്കായി ആരംഭം കുറിച്ച മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളുടെ പിന്നണിയിലും പ്രൊഫസർ ജെ. ഫിലിപ്പിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ്. തികഞ്ഞ ദൈവാശ്രയത്തിലും കത്തോലിക്ക വിശ്വാസബോധ്യങ്ങളിലും ആരംഭം കുറിച്ച തന്റെ സൈം എന്ന മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ചും ദൈവിക പരിപാലനയെക്കുറിച്ചും പ്രൊഫസർ ജെ. ഫിലിപ്പ് ഹൃദയം തുറന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രൊഫസർ, നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ പ്രൊഫസറിൻ്റെ പഠനത്തിലും ജോലികളും IIM-ന്റെ ആദ്യത്തെ കാത്തലിക് ഡയറക്ടർ ആയതും എല്ലാം കേട്ടു. പ്രത്യേകിച്ച് സൈമിനെ കുറിച്ചും നമ്മൾ അതെങ്ങനെയാണ് തുടങ്ങിയതെന്ന് കേട്ടു. പ്രൊഫസർ ഓൾമോസ്റ്റ് ഫുൾ പ്രൊഫഷണൽ ലൈഫ് യുവജനങ്ങളുടെ കൂടെ ആയിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ച് പ്രൊഫസറിൻ്റെ അഡ്വൈസ് എന്നതാണ് നമ്മുടെ യൂത്ത് കാത്തലിക് ഫോർമേഷൻ അഡ്വാൻസ് ചെയ്യാനായിട്ട്? കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ മറ്റാന്ന് തോന്നുന്നു, ദി കേരള കാത്തലിക് കോൺഗ്രസ് had a meeting in ദുബായ്. അപ്പോൾ ആ ഓർഗനൈസേഴ്സ് എന്നെപ്പറ്റി എവിടെയോ കേട്ടു. ആരുടെ പിതാക്കന്മാരും കൂടെ പറഞ്ഞ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു കാത്തലിക് കോൺഗ്രസ് മീറ്റിങ്ങിലൊന്നും പോയിട്ടില്ല. ആദ്യം എന്നെ വിളിച്ചു. ഞാൻ അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ കാർഡിനൽ തിരുമേനി ഉണ്ടായിരുന്നു, ആർച്ച് ബിഷപ്പ് താഴത്തുണ്ടായിരുന്നു, പല നമ്പർ ഓഫ് ബിഷപ്സ് were there, and even the Kerala Congress fellows were all there, a number of MLAs, a lot of Catholic leaders, a lot of them were there. അവിടെ ഞാൻ പ്രസംഗിച്ച കാര്യം almost an answer to what you said. I said because there is a famous saying, the Napoleonic wars were won on the fields of Eton. Eton എന്ന് പറഞ്ഞ ഫേമസ് ബ്രിട്ടീഷ് സ്കൂളാണ്. The Napoleonic wars were won on the play fields of Eton. സ്കൂളാണ്. എൻ്റെ ദുബായിലുള്ള the first issue was this. I said, പിതാക്കന്മാരോട് പറഞ്ഞു, we need excellent schools. And then I said the second one is achievement drive. Personal strategy at Harvard Business School. It's an exercise which the professor gave to all of us. You study corporate strategy. What is your own strategy? What do you want to become in 15, 20, 30 years' time? So I wrote there in 1966 that I would stay as a teacher in management, but I eventually want to move on to the leadership position of one of the national business schools. And finally, I would start a business school of my own. That was what I wrote there. So I had a goal.
and I worked towards a goal. Concentrated, focused, persistent, persevered, and അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്തത്. So when I talk to our children, I will say, youngsters, for heaven's sake, have a goal. You want to be a doctor, engineer, this, that and the other, an IT expert, artificial intelligence, another vendor, hotelier, whatever. Decide what you want to be, work towards that. And there is one powerful thing which drives people, which you don't understand usually, called achievement drive, achievement orientation. ഒരു ഹാർവർഡിലെ ഫേമസ് പ്രൊഫസർ ഡേവിഡ് മക്ലെലൻഡ് came to India to studied all over the world and came up with the conclusion there are 3 motives that influence people, and that starts from the beginning, from the home itself. Home, achievement, affiliation, power. A lot of political guys are power driven. A lot of our people are affiliation driven. But if you look at very many of those guys from Gujarat, from Rajasthan, Marwaris, are driven by achievement drive. That's what makes you run. And if you look back at my 60 years, I was influenced by also our teaching and said, I must be a good Christian. My life must be a Christian life. And that is what should be driving me. But along with that, I have this professional goal. I must have yesterday when my friends in the Association of Indian Management Schools honored me and spoke about me, some of the very senior people in the country, and giving accolades and praises, I said there's something which they did not know. What drove me was also not only that goal that I had, but balance with my faith. And I almost every day when I go to sleep, എൻ്റെ മാതാവെന്ന് വിളിച്ചാൽ ഉറങ്ങാൻ പോകുന്നത്. And that is a usual what is that expression? നമ്മൾ keep repeating something 1000 പ്രാവശ്യം പറയുന്നത്. So it comes to me all the time. So if I summarize what I said, goal, achieve. There is something interesting happened in my life early. We used to have a neighbor called I.C. Chako, Illiparambu. Now he was a great man. He was a great leader in the Catholic Church. He went to study in England before First World War, that's senior age, before First World War. And he was the first Catholic who got a senior job in Travancore government. It's only Travancore at that time. He was a director of industries. He retired and came to our village. He's from our village, our neighbors. My father, മിക്കവാറും എൻ്റെ ഐസി ചാക്കോച്ചനെ വിളിക്കുക കൊണ്ടുപോകും. ഞാൻ ചെറുതായിരിക്കുമ്പം 7, 8, 10 വയസ്സ് എപ്പോഴും ഐസാക്കോച്ചൻ എപ്പോഴും പറയാം, എന്നെ പെറ്റ് നെയിം എൻ്റെ അപ്പനെ വിളിക്കുന്ന പോത്തച്ച ഇവൻ ഒരു വാഗ്മിയാണ്, ഇവൻ ഒരു ലോയറാണ്. ആൻഡ് ഹി വിൽ അഗെയിൻ സേ ഇവൻ സംസാരിക്കാൻ സാധിക്കും. സി പുട്ട് ഇൻ മൈ ഹെഡ് ദാറ്റ് ഐ ക്യാൻ സ്പീക്ക്. എൻ്റെ ഫസ്റ്റ് പബ്ലിക് സ്പീച്ച് വാസ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ നൈറ്റ് 1947, August 14th night, when I was only 11 years. I made my first public speech in the night. I.C. Chakochan has put in my head that you can be a good speaker. I took courage and spoke that night to the students of St. Joseph's School. I cannot believe that I did that. But something drove me saying, നീ ഒരു വാഗ്മയാണ്, നിന്നെ കൊണ്ട് സാധിക്കും. And somebody gave me that achievement drive. And the rest, of course, was at XLRI, the Jesuits. There's a great priest called Father Tom.
ഫാദർ ടോം ഒരു ഭയങ്കര പ്രാസംഗികനായിരുന്നു. പുള്ളി എന്നെ റെക്കഗ്നൈസ് കഴിഞ്ഞപ്പം പോലെ എന്നെ ബിൽഡ് ചെയ്യാനായിരുന്നു. ആൻഡ് ദറ്റ് ബിൽഡിംഗ് വാസ് ഓൾസോ ആസ് എ speaking. He used to teach us speaking lessons, take. And, and then put into head. And he sent me to Harvard, made me dean, made me professor. I became, at the age of 34. These are all things which people influence you that, look, you have to be somebody. And we ask നമ്മുടെ യൂത്തിനോട് പറഞ്ഞ പ്ലീസ് ഫോർ ഹെവൻ സേക്ക് ഈ ഒതളങ്ങ ഞങ്ങളുടെ നാട്ടിലൊക്കെ തോടും ഒക്കെ ഞങ്ങൾ പറയും ഒതളങ്ങ ഒഴുകി വരുന്ന പറയും. ഈ ഒതളങ്ങ ഒഴുകി വരുന്ന പോലെ പോയോണ്ട് കാര്യമില്ല. മേക്ക് സംതിങ് ഔട്ട് ഓഫ് യു ആൻഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ജാപ്പനീസിന് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഡ്രഡ്ജറി. ഇത് now that's the only way to progress. Drudgery, work. Have a goal, work towards that. And decide that I will achieve something in my life. അതിനു വേണ്ടി ശ്രമിക്കണം. അതാണ് my main message to our youth. Balancing with, I am proud of the fact I am born as a Catholic, lived as a Catholic, and will die as a Catholic. That is a fantastic faith. Fantastic. So that particular teaching, do unto others what you would like others to do unto you. ഞാൻ XLR ഇപ്പോൾ അച്ഛന്മാരെ എനിക്ക് തന്നത് I can never thank them enough or give them enough. But what I learned from them was do the same thing to others. And that's what I'm trying to do. മറ്റാരൊക്കെയാണ് പ്രധാനമായി പ്രൊഫസറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചത്? Because I mentioned about two people, Father Tom, I.C. Chakochan. The other one was my own father. It's very surprising, my father is pushing me into things. ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രസംഗിച്ചെന്ന് പറഞ്ഞല്ലോ, അതെൻ്റെ അപ്പനാ പറഞ്ഞേ. എടാ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നല്ലോ, എന്നാ അവിടെ നടക്കാൻ പോകുന്നേ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഉണ്ടോ, നിനക്കൊന്ന് പ്രസംഗിച്ചുകൂടെ? ദാറ്റ്സ് ഫസ്റ്റ് ടൈം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ പ്രസംഗിക്കുന്നേ? നമ്മൾ അങ്ങനെ ഒരു രാഘവൻ നായരല്ലേ, രാഘവൻ നായരോട് പറ, ചെറിയൊരു കോൺഗ്രസ് ലീഡർ, ഒരു പ്രസംഗം എഴുതി തരാൻ പറ, ബൈ ഹാർട്ട് ഇറ്റ് ആൻഡ് സ്പീക്ക് ഇറ്റ്. ഹി പുഷ്ഡ് മീ. When I was small, 6, 7 and 8 or that kind of age, was തിരുവിതാംകൂറിലെ സ്വയംഭരണമെന്നോ എനിക്ക് അതിന് ഓർമ്മയില്ല എന്നാ എക്സ്പ്രഷന്. അവിടെ 2-3 ലീഡേഴ്സുണ്ട്, പട്ടം താണ്ടുപിള്ള, TM വർഗീസ്, C കേശവൻ. ഇതാണ് ത്രിമൂർത്തികളാണ് അന്ന് തിരുവിതാംകൂറിൽ. അവരൊരിക്കൽ പുളിങ്ങുന്നല ഒരു വലിയ റിസപ്ഷൻ വന്നു. റിസപ്ഷൻ പുളിങ്ങുന്ന ആറ്റിലാണ്, വള്ളം കെട്ടി ചെങ്ങാടം കെട്ടിയിടുക എന്ന് പറയുന്നത്, അതിലാണ് പ്ലാറ്റ്ഫോം. So my father took me also there, and then he said, I think I was 5 or 5.5. He said, എടാ പോയി കീജ വിളിക്കടാന്ന് പറഞ്ഞു. So I went in front of them and I said, പട്ടം താനുള്ള കീജ 5-5 വയസ്സ്, and TM വർഗീസ് കീജ C കേശവൻ. Those fellows, I remember, Patanamula took me from the platform and put me on the table and put their garlands on my garland. Anjara Vaisla. I still remember that. And my father made me in a public figure when I was 5.5. And so, and then Isaac Chakochan's continuous message. Then there was somebody else at SP College, Ulahannan Mapula, ഭയങ്കര ഒരു പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതനും എന്നെ വളരെ എൻകറേജ് ചെയ്തിട്ടുണ്ട് സ്പീക്കിങ്ങിന്. ഞാൻ SP കോളേജിലും ലോ കോളേജിലും മലയാളം അന്നൊക്കെ മലയാളമായിരുന്നു. പ്രസംഗത്തിൽ മിക്കവാറും 1 or 2 സ്ഥിരമാണ്. ഈവൻ ലോ കോളേജിൽ ഞങ്ങളുടെ മൂട്ട് കോട്ട് എക്സസൈസിൽ അപ്പോൾ ഇതെല്ലാം നേരത്തെ വന്നാണ്. ഇവരൊരു വാഗ്മി ആയിരിക്കും എന്ന് പറഞ്ഞ ഐസക് ചാക്കോച്ചൻ പറയുന്ന അത് വിച്ച് സ്റ്റേഡ് ഓൺ വിത്ത് മീ ആൻഡ് വാട്ട് Father Tom gave me at XLRI
And when my father started me off at when I was 5 years or 5.5, in a small way to public life, put me into the public arena. പുളിങ്ങുന്നത് ജനിച്ചാന്ന് പറഞ്ഞു. പുളിങ്ങുന്നതിൽ രണ്ട് കാര്യം. ഒന്നാ സ്വിമ്മിങ്, വെള്ളത്തിലിറങ്ങി. ഈവൻ സ്കൂൾ കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ വരുമ്പം 6 നീന്തിയാണ് കയറുന്നത്. കടത്തോളത്തെ കയറാതെ 6 നീന്തും. 6 നീന്തും 4 എണ്ണം ഞങ്ങൾ കൂടി സ്വിമ്മിങ് കോമ്പറ്റീഷനാണ്. ദെൻ പിന്നെ വള്ളംകളി വലിയ കോമ്പറ്റീഷനാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. ദാറ്റ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വാസ് ഈ കുട്ടനാട്ടിൽ has produced a lot of big people. It's sociologically is interesting aspect on study, and I hope Shalom will one day look at that. Kutanad has produced huge number of leaders from the church, if you look at from various angles. So I think that soil was very fertile, that competitive spirit. അപ്പോൾ എൻ്റെ ഒരു എൽഡസ്റ്റ് ബ്രദർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എടാ യുവർ മോട്ടോ ഷുഡ് ബി ടു ഓവർടേക്ക്. ഈ ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ വള്ളംകളിയിൽ നിന്ന് വന്നതാണ്. വള്ളംകളിയിലെ കോമ്പറ്റീഷനാണല്ലോ ഓവർടേക്ക്. സോ ഹി വാസ് അനദർ ഇൻഫ്ലുവൻസ് ഓൺ മീ. ദിസ് ഓവർടേക്ക് മീൻസ് നോട്ട് ദാറ്റ്, എക്സെപ്റ്റ് ദാറ്റ് all I try to be number one kind of thing. Today when I complete 60 years, my colleagues yesterday said about that not very many, maybe I am the only one I think, who completed 60 years actively. Retired people, there are senior people to me, but they retire and sitting at home, but still active in the profession. Now that's because of this kinds of things which put that in mind. I must tell you something very, very personal I never said outside. This Father Tom, about whom I said, he was a person who contributed so much to my building up when I was in XLRI. But Father Tom developed some sickness by which the eyesight was going down, and he became virtually blind. That's the time he went back to America, returned to America. Nobody is diagnosed what the problem was. The problem was cancer in the brain. അത് വളരെ താമസിച്ചാണ് കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ അമേരിക്കയിൽ പോകുമ്പോഴൊക്കെ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ I will visit him. The last visit, I don't remember the year. I could not visit him, I telephoned him. Then he asked me, Joe, aren't you coming to see me? I said, Father, I got into a jam in my schedule, I cannot come and see you. He was in Georgetown University, I think. Father, I cannot come. Then he said, oh Joe, I'm sorry, I'll miss you. I don't know when I'll see you again. I said, Father, I'll see you next time when I come. I did not realize he was dying. He died next week. But before we completed our conversation, he told me this. And what he said was, Joe, you are my greatest discovery. As a person, XLRI director, that's how he made me a professor and dean at 34. And he said, Joe, you are my greatest discovery. You know, the kind of things that the Jesuits have done. And the giving. I learned from them this concept, really the Christian concept of give in reality. Management education പതിപ്പിച്ച ആ സെയിം ടൈമിൽ കാത്തലിക് സഭയിലെ സിസ്റ്റേഴ്സും പ്രീസ്റ്റിനെ ഡെവലപ്പും സപ്പോർട്ട് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് കാണിച്ചു. അതിനെക്കുറിച്ച് കുറച്ച് ഷെയർ ചെയ്യാമോ? That's something which I borrowed from industry. You see, industry ഞങ്ങൾക്കൊരു ബിലീവുണ്ട്, ഇങ്ങനെ ഒരുത്തനൊരു ട്രെയിനിങ്ങിന് പോയി അല്ലെങ്കിൽ വേറൊരുത്തനൊരു ട്രെയിനിങ് പോയി മൂന്നാമതൊരുത്തും പോയി നാലാമതൊരുത്തും പോയി, ഇറ്റ് ഹാസ് നോട്ട് മച്ച് ഓഫ് എ വാല്യൂ. If you really want to improve an organization, the whole organization must go to the school at the same time. So I had ഞാൻ പല കോളേജുകൾക്ക്, ഫോർ എക്സാമ്പിൾ your own college, the Madras, I did considerable time with them
teachers and administrators. I had done Jyotinivas College or SB College, Assumption College. Ingane pala college. But when I came to church, the ഞങ്ങളുടെ ഇൻട്രസ്റ്റിലുള്ള lesson, the whole institution goes to the college. So I developed this concept, we should take mism after mism, diocese after diocese. So this was transferring the idea from industry to this. And that will have better impact. So the first one was at Trichur, where the Archbishop, the Auxiliary Bishop, Director of the Medical College, Principal of St. Thomas College, the Vicar Generals, the whole lot of them sitting with us and taking the same message at the same time, that excellence is what we should look for. We have faith, we have Christian teachings which guide us, but there is one more thing that is needed. Our organization has to run quality. And there I said this message should go at the same way to everybody at the same time, which is industry one. We have done it for the Archdiocese of Trichur, Archdiocese of Changanasheri, Diocese of Pala. All people sitting with us at the same time. And this is the first time it is happening in the world. First time, and I'm happy that God gave me that opportunity and idea to do it. He intended to continue with that. Because I was keen as a management chap, as a management teacher. നമ്മുടെ ഓർഗനൈസേഷൻ ക്വാളിറ്റിയിൽ നടക്കണം. സ്കൂളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. No, I also ran kind. I said, look, it's a Catholic school. People should say, ഇന്നിപ്പോൾ ഇന്ത്യയിലെ സേവിയർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സേവിയർ പേര് കേട്ടാൽ there is an image among students, it has to be good. Because XLRI ആണെങ്കിലും സേവിയർ യൂണിവേഴ്സിറ്റി ഭുവനേശ്വർ ആണെങ്കിലും സെൻറ്റ് സേവിയേഴ്സ് ബോംബെ ആണെങ്കിലും സെൻറ്റ് സേവിയേഴ്സ് റാഞ്ചി ആണെങ്കിലും നമ്മളാണെങ്കിലും that Xavier, the moment Xavier, the students here, and we get so many applications from north and east and west and all that, because they know that Xavier Business School means quality. So that was my approach, that it's a Catholic school or Catholic college, it has to be quality, no compromise. No, I also ran kind. So this was what prompted me to get into this and said, let me, to the extent I can, it's after all only 2-3 people. I had some good colleagues like Dr. Alexander, Mr. P.C. Syriac, Mr. Sebastian from Dubai. We have a good young man, an Orthodox from the Orthodox Church, Manoj Varghese, is excellent. He was our director. ഞങ്ങൾ ഗ്രൂപ്പ് കൂടിയാണ് ഇത് നടത്തിയത്. And I hope to continue that, including working with our Latin dioceses of Trivandrum and this. And as long as I can, after this, my 60th year, my concentration will be this, to contribute more and more for church institutions. I think I have already touched on that, but I'll go to something else which I said, which I did not say. When I was growing up, I said I wake up with my mother's rosary, കേൾക്കാം. വൈകുന്നേരം ഫാമിലി പ്രേയേഴ്സ് ഉണ്ട്. അത് ഈ ലുത്തനിയ എന്നല്ല, ലിറ്റനി, അത് കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യുന്നത്. ദ ഹോൾ ടൈം എവറി വൺ ഓഫ് us മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ചു പിടിച്ചു. ഫാമിലി പ്രേയേഴ്സ്. ഇന്നും ഞാൻ ഷാലോമത്തിന് ഐ ഗീവ് ക്രെഡിറ്റ് ടു ഷാലോം. വൈകുന്നേരം my wife and I participate in the Japamala in the evening. And since I am not in the daytime, but my wife spends almost 6 hours on Shalom every day, I want to compliment Shalom. It's a great, great boon. It's again a God's gift to the church. God's gift, Shalom. And I want to compliment. And it's almost like the way Zaim came up. You came up so beautifully. And I remember you were starting as a very small one. Today, in terms of your quality and the elan that I see, it's great. When I look at the greens background all the time that comes, I say, okay,
that reflects quality. Now, when I take the children, I'll say, okay, Shalom is a great source for inspiration. Professor, almost full professional life യുവജനങ്ങളുടെ കൂടെ ആയിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ച് പ്രൊഫസറിൻ്റെ അഡ്വൈസ് എന്നതാണ് നമ്മുടെ യൂത്ത് കാത്തലിക് ഫോർമേഷൻ അഡ്വാൻസ് ചെയ്യാനായിട്ട്? But the real message that I would like to give you is economics and faith, profession and faith. And I am proud of the fact that I am a Catholic and a Syrian Catholic. And Syrian Catholics, our community has been a community of achievers, a lot of achievers. The people who migrated to Malabar, Murikan, Kyle Murikan, T. Chandy, who became the first secretary, chief secretary, I.C. Chako, Pulingonno, ഞങ്ങളുടെ പുളിങ്ങുന്ന നിന്നാണ് the first bishop വാച്ചാപ്പറമ്പിൽ, ലൂയിസ് വാച്ചാപ്പറമ്പിൽ. I think to the young man I would say, please have a role model and look at these people and say, I want to be somebody like this. That's one. And there is no shortcut for that. Thomas Alva Edison, who spent years and years inventing the bulb, which made our life easier. Now you remember there was an old saying, burning the midnight oil. Now nobody has to burn midnight oil. We have the light. It was he. I don't know how many years he spent. And mostly he worked in the night. After the inventing the bulb, in the big celebration that he had with his young colleagues, പുള്ളിയുടെ ലാസ്റ്റ് മെസ്സേജ് ഇതായിരുന്നു. The last message. There is no substitute for hard work. Thomas Alva Edison's last message to his group who worked with him, there is no substitute for hard work. And then he added, we will go rotten without that. We will go rotten without that. Once again, there is no substitute for hard work. And I asked the question to these youngsters, if we are born here, you just want to waste your life? Or you want to become somebody and contribute something to society? And that should be the motto. I want to be somebody and I want to contribute to the society as a Catholic. Catholic's main teaching is give. For you, Professor, and the audience sharing in this program, thank you. Thank you. It was such a pleasure. You gave me a number of tough questions, tough answering. I hope I have done justice. I hope I have some message for the youth. I have finally to say again, youth, you are our future. Keep that in mind. No substitute for hard work. Thank you.